ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു നോൺ റിട്ടേൺ വാൽവ്, അതായത് നമ്മൾ സോളാർ വാട്ടർ ഹീറ്ററിന് ഉപയോഗിക്കുന്ന നോൺ റിട്ടേൺ വാൽവ് ഉണ്ട്. അതായത് ചൂടുവെള്ളം പച്ചവെള്ളത്തിലേക്ക് മിക്സ് ആവാതിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു വാൽവ് ഉണ്ട്. അത് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും അവസ്ഥ, അതെങ്ങനെ മാറ്റാമെന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടത് ഔട്ട്ലെറ്റ് ആണ്, അതായത് ചൂടുവെള്ളം പുറത്തേക്ക് പോകുന്നതാണ്. ഇതാണ് ഇൻലെറ്റ് വരുന്നത്, അതായത് പച്ചവെള്ളമാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വാട്ടർ ടാങ്കിൽ നിന്ന് നേരെ പച്ചവെള്ളം ഇതിൻ്റെ അകത്തേക്ക് കയറുന്നതാണ്. അപ്പോൾ നേരെ അകത്തേക്കാണ് കയറേണ്ടത്. അകത്ത് കയറിയതിന് ശേഷം അവിടെ ഒരു വാൽവ് കൊടുത്തിരിക്കുന്നുണ്ടോ, ഒരു ബ്രാസിൻ്റെ വാൽവ്, അത് നോൺ റിട്ടേൺ വാൽവ് എന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് ഒരു വാൽവ് വരുന്നത്. അതിൻ്റെ ഫ്ലോ എന്ന് പറയുന്നത് അകത്തേക്ക് മാത്രമേ വരാവൂ, പുറത്തേക്ക് വരുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ആവണം. പക്ഷേ നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത് മാറ്റിയിട്ടും കണ്ടാവും ഈ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് ഇൻലെറ്റ് ആയതുകൊണ്ട് ടാങ്കിൽ, അതായത് വാട്ടർ ടാങ്കിൽ, മെയിൻ വാട്ടർ ടാങ്കിൽ വെള്ളമില്ലാത്ത അവസ്ഥയിൽ ചൂടുവെള്ളം ഈ പറയുന്ന സോളാർ വാട്ടറിലേക്ക് ഇട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ആ വെള്ളം നേരെ ഈ പറയുന്ന നമ്മുടെ സാധാ നോർമൽ പൈപ്പിലേക്ക് ഇറങ്ങും. അങ്ങനെ പൈപ്പിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ തിളച്ച വെള്ളമായതുകൊണ്ട് എല്ലാ പൈപ്പുകളും ഉരുകി പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഈ പറയുന്ന നോൺ റിട്ടേൺ വാൽവ് ഇങ്ങനെ കംപ്ലൈൻറ്റ് ആവുന്നത്. അപ്പോൾ ഈ പറയുന്ന നോൺ റിട്ടേൺ വാൽവ് കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അറിയില്ല. വാട്ടർ ടാങ്ക്, അതായത് വെള്ളം തീർന്നു കഴിയുമ്പോഴാണ് എല്ലാ ടാങ്കിലും എല്ലാ പൈപ്പിലും ചൂടുവെള്ളമായിരിക്കും നമുക്ക് കിട്ടുക. അത് ബാത്റൂമിൻ്റെ അകത്തൊക്കെ ആയിരിക്കും കൂടുതൽ എഫക്റ്റ് ചെയ്യുക. ബാത്റൂമിൻ്റെ അകത്തെന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മൾ ചൂടുവെള്ളത്തിൻ്റെ പൈപ്പല്ല ബാത്റൂമിൻ്റെ അകത്ത് ചെയ്തിരിക്കുന്നത്, ടൈലിൻ്റെ അകത്തൊക്കെ ചെയ്തിരിക്കുന്നതെങ്കിൽ ആ പൈപ്പുകളെല്ലാം ഉരുകി പോകാനുള്ള ചാൻസ് കാര്യങ്ങൾ കൂടുതലാണ്. അപ്പോൾ ഈ നോൺ റിട്ടേൺ വാൽവ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട്, ഈ ബ്രാസ് ടൈപ്പ് നമ്മൾ കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ചെക്ക് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു മാർഗ്ഗം കൂടി വേണം. അതായത് എന്തെങ്കിലും ഫ്ലോ കംപ്ലൈൻ്റ് ആവുന്ന സമയത്ത് നോക്കുക. വാട്ടർ ടാങ്ക് മൊത്തം വെള്ളം തീർന്നതിന് ശേഷം ചൂടുവെള്ളം നമ്മുടെ എല്ലാ ടാപ്പിലും വരുന്നുണ്ടെങ്കിൽ അത് മസ്റ്റായിട്ട് ഈ പറയുന്ന വാൽവ് കംപ്ലൈൻ്റ് ആയിരിക്കും. അപ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ വാൽവ് നമ്മളത് കട്ട് ചെയ്ത് മാറ്റണം. ഈ ടൈപ്പ് വാൽവ് ഇതിൻ്റെ അകത്ത് വരുന്ന സമയത്ത് കംപ്ലൈൻറ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ CPVCയുടെ ബോൾ ടൈപ്പ് വരുന്നുണ്ട്. അതിപ്പോൾ ലേറ്റസ്റ്റ് വരുന്ന മോഡലാണ്. CPVCയുടെ തന്നെ, അതായത് ചൂടുവെള്ളത്തിൻ്റെ തന്നെ ബോൾ വരുന്ന സിസ്റ്റം, ഉള്ളിൽ ബോളായിരിക്കും വരുന്നത്. ഇതിൻ്റെ അകത്തുനിന്ന്, ബ്രാസിൻ്റെ അകത്തെന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് ഒരു വാൽവ്, ഫ്ലോട്ട് പോലെ ഒരു വാൽവാണ് വരുന്നത്. അതായത് ഈ പറയുന്ന ബ്രാസിൻ്റെ തന്നെ ഒരു മെറ്റീരിയലാണ് വരുന്നത്. അതിൽ മാറ്റിയതിന് ശേഷം ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്ന അടുത്ത നോൺ റിട്ടേൺ വാൽവ് കൊടുത്തിരിക്കുന്നത്. ഇതും ഇതുപോലെ തന്നെ വൺ സൈഡ് മാത്രമേ ഫ്ലോ ഉള്ളൂ, ഔട്ട് സൈഡിലേക്ക് ഫ്ലോ ഇല്ല. അപ്പോൾ നമ്മൾ ഇതിന് യൂണിയൻ വിത്താണ് വരുന്നത്. അതന്നെ ഏറ്റവും വലിയ ഗുണം. രണ്ട് സൈഡ് കണ്ട യൂണിയൻ വരുന്നുണ്ട്. ഫ്ലോ കറക്റ്റായിട്ട് മുകളിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്നുണ്ട്. ഫ്ലോ മുകളിലേക്ക്, അതായത് പച്ചവെള്ളം നേരെ താഴെ നിന്ന് കയറി നമ്മുടെ ഈ പറയുന്ന വാട്ടർ ടാങ്കിലേക്ക് കയറുന്നു. അപ്പോൾ അതിൻ്റെ ഫ്ലോ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് ഇൻലെറ്റിലേക്ക് കണക്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഞാൻ നേരത്തെ പറഞ്ഞു, രണ്ട് സൈഡ് യൂണിയനാണ്. രണ്ട് സൈഡ് യൂണിയൻ ആയതുകൊണ്ട് നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ പോലും ആ ബോൾ അഴിച്ച് ക്ലീൻ ചെയ്ത് ക്ലിയർ ചെയ്യാൻ സാധിക്കും. താഴെ കണ്ടോ, താഴെ യൂണിയനാണ് വരുന്നത്, മുകളിൽ യൂണിയനാണ് വരുന്നത്. അപ്പോൾ യൂണിയൻ വിത്ത് ആയതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള വാൽവ് കൊടുക്കുന്നത് തന്നെയാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം കംപ്ലൈൻറ്റ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. എന്തെങ്കിലും ഒരു വിഷയം വന്നാൽ പോലും യൂണിയൻ അഴിച്ച് ക്ലീൻ ചെയ്യാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ട് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാൻ മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കരുത്. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.